ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ പുതിയ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നായിരിക്കും. സോ അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് മെയിനായിട്ട് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ് എന്ന് പറയുന്നത് ക്യാമറ ആപ്പുകളായിരിക്കും. നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടെങ്കിൽ കൂടെ അതിൽ ഫോട്ടോ എടുക്കുന്നത് പലരും കുറവായിരിക്കും. അധികവും ഇത്തരത്തിലുള്ള യുകാം, അതുപോലെ നമ്മുടെ ബ്യൂട്ടി പ്ലസ്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ക്യാമറ ആപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും മിക്ക ആളുകളും ഫോട്ടോ എടുക്കുന്നത്. ഇതിൽ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആപ്ലിക്കേഷൻസും യൂസേഴ്സിൻ്റെ, അതായത് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് പെർമിഷൻ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം കോണ്ടാക്ട് ആക്സസ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ഫോൺ കോൾസ് ആക്സസ് ചെയ്യാനുള്ളത്, ഗാലറി, ഇങ്ങനെ പറഞ്ഞ പെർമിഷൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ തന്നെ എല്ലാം അലോ ചെയ്ത് കൊടുക്കാറാണ് മിക്ക ആളുകളും. സോ അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള പല ഫോട്ടോസ് ആയാലും എന്തായാലും ശരി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോർന്നു പോകാൻ ഇതൊരു കാരണമാകുന്നുണ്ട്. ഇത്തരം സ്പൈവർക്ക് നടത്തുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതൊക്കെ നമ്മൾ ഇത്തരം ക്യാമറ ആപ്പുകൾ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ മാൽവെയർ ബാധിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ലിസ്റ്റിൽ പെടുന്നത്. നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കേൾക്കാത്തതാണ്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, ഞാൻ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ ഒരു ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഫോട്ടോ, അത്തരത്തിൽ നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും, അത്തരത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല മിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും. സോ ഇതൊന്ന് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഈ ഒരു ലിസ്റ്റിൽ വരുന്നത് 30 ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ലിസ്റ്റിൽ വരുന്നത് 30 ആപ്ലിക്കേഷൻസ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും, നമ്മൾ മിക്ക ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. യുകാം പെർഫെക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ B612, ഇതൊക്കെ മിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പം ഞാനിവിടെ കാണിച്ചത് ഈ ഒരു 30 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു ന്യൂസ് അനുസരിച്ച് ഇതൊക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ മാൽവെയർ ഫോണിൽ ബാധിക്കുക, ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കുക. ഈ ഒരു ലിസ്റ്റിൽ ഉള്ള ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകാതെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. കൂടുതൽ എല്ലാവരും കെയർഫുൾ ആയിരിക്കുക. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ യുകാം, അതുപോലെ B612 ഒക്കെ മിക്ക ആളുകളും യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിരിക്കുക. നമ്മളിങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതിനു മുൻപ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.